ഹലോ ഗായ്സ്, ഇന്ന് നമ്മൾ ചിക്കുവിന് ഒരു സർപ്രൈസ് ഗിഫ്റ്റ് കൊടുക്കാൻ പോവുകയാണ്. നമുക്കിനി ചിക്കുവിൻ്റെ അടുത്ത് ചോദിച്ചു നോക്കാം, ഞാൻ എന്തിനാണ് നിനക്ക് ഗിഫ്റ്റ് ചെയ്യുന്നതെന്ന് നമുക്ക് ചോദിച്ചു നോക്കാം. ഹലോ ഗായ്സ്, ഇനി എനിക്ക് എന്തൊരു ഗിഫ്റ്റാണ് എന്തോ തരാൻ പോണത്. സാധാരണ എനിക്ക് ഗിഫ്റ്റ് ഒന്നും തരാറില്ല, പക്ഷെ ഇന്നെന്തോ എനിക്കൊരു ഗിഫ്റ്റൊക്കെ വെച്ചേക്കണം എന്നാണ് പറയുന്നത്. പീക്കൂന് ഗിഫ്റ്റ് ഇല്ലാത്തതുകൊണ്ട് അവൾ ചമ്മി ചമ്മി നിൽക്കുകയാണ്. അതുകൊണ്ട് പീക്കൂന് ഭയങ്കര പിണക്കം. നമ്മളെ ഗിഫ്റ്റ് ഇതാണ് ഗായ്സ്, ചിക്കുവിനൊരു പുതിയ കൂട്. ചിക്കുവിൻ്റെ റിയാക്ഷൻ. എൻ്റെ പൊന്നേ, എനിക്ക് ഇവിടെ ഇരിക്കണ്ട, എനിക്ക് പീക്കൂൻ്റെ കൂടെ ഇരുന്നാൽ മതിയേ. ഇങ്ങനെ പുതിയ കൂട്ടി പോവാൻ എനിക്ക് ആ പീക്കൂൻ്റെ കൂടെ ഇരുന്നാൽ മതിയേ. അങ്ങനെ ചിക്കുവിനെ ഞാൻ കൂട്ടിലോട്ട് ആക്കാൻ പോവുകയാണ്. കൂട്ടിലോട്ട് ഇറക്കിയപ്പോൾ അവൾ അങ്ങോട്ടും ഇങ്ങോട്ടും നിരീക്ഷണം അങ്ങോട്ട് തുടങ്ങി. ഗൈസ്, എൻ്റെ കൂടെ ഒരു വലിയ കൂടാക്കണമെന്നാണ് ഞാൻ പറഞ്ഞത്, പക്ഷെ ഇത്രയും വലിയ കൂടൊന്നും എനിക്ക് വേണ്ട. ഈ കൂട്ടിലൊരു AC പോലും ഇല്ല എനിക്കിരിക്കാൻ. എന്തൊരു കഷ്ടമുണ്ടോ ഗൈസ്. ഞാൻ ഇവിടെ ഒറ്റയ്ക്ക് ഇരിക്കണം. എനിക്ക് അറിഞ്ഞൂടാ, എനിക്ക് ഇവിടെ ഇരിക്കണമെന്നൊരു ആഗ്രഹവും ഇല്ല. പീക്കൂനെയും കൂടെ ആക്കിയപ്പോൾ പീക്കു അതിൻ്റെ അപ്പുറം. ഇത് ഏത് സ്ഥലമോടെ? അയ്യോ, ഞാനിതെവിടാ? അയ്യോ അയ്യോ, ഇത് ഏത് സ്ഥലം? എൻ്റെ കൂടല്ലേ? അയ്യോ, ഇത് ഈ സ്ഥലമോടെ? എനിക്കറിഞ്ഞൂടെ ഞാനിത് എവിടെയാണെന്ന്. ഒരു ഇതും കിട്ടണില്ലല്ലേ. അങ്ങനെ ചിക്കുവിനൊരു കൂട് വാങ്ങി. കൂട് വാങ്ങിച്ചില്ലെങ്കിൽ പീക്കൂനെ ചിക്കു ഒരു വരിയാക്കും. കുറച്ച് ദിവസം കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അടിയാണ്. ചിക്കുവിനാണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോകണം, പക്ഷേ ഈ പീക്കൂൻ്റെ പുറത്ത് കയറിക്കൊള്ളുമ്പോൾ പീക്കൂനാണെങ്കിൽ ദേഷ്യം. ഇങ്ങോട്ടും കൂടെ ഭയങ്കര കൊത്തായിരുന്നു. കൂടി തീർന്ന് കിട്ടും. ചിക്കുവിന് വലിയൊരു കൂട് കിട്ടിയല്ലേ, അതാണ് അവളെ സന്തോഷം. എനിക്ക് സന്തോഷമൊന്നുമില്ല, എനിക്ക് വിഷമം.